بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله പത്താമത്തെ ബാബ് അൽ ബാബുൽ ആഷിർ ഇഫ്ആല ഇഫ്ആല യഫ്ആലു ഒരു അലിഫും പിന്നെ ഐനിന് ശേഷം വേറൊരു അലിഫും പിന്നെ ഒരു ലാം ഫീലും അധികം അപ്പോൾ മൊത്തം 6 അക്ഷരം ഇഫ്ആല യഫ്ആലു ഇഫ്ഈലാലൻ നമ്മൾ നേരത്തെ ഒരു ഇഹ്മറ ഇഫ്അല്ല എന്ന് പറഞ്ഞല്ലോ ഇതിൻ്റെ മുമ്പ് എട്ടാമത്തെ ബാബ് ഇഫ്അല്ല യഫ്അല്ലു ഇഫ്ഈലാലൻ അതിൻ്റെ നേരെ ഒരു അതിന് ശേഷം ഒരു അലിഫണ്ട് കൂടി അപ്പോൾ എന്തായി ഇഫ്അല്ല യഫ്അല്ലു ഇഫ്ഈലാലൻ ഫഹുവ മുഫ്അലുൻ വഫുഊല അതിൻ്റെ മജ്ഹൂൽ ട്ടാ വഫുഊല യുഫ്ആലു ഉണ്ട് അതായത് ഇടയിൽ വരുമ്പോ പോവുകയാണ് യുഫ്ആലു ഇഫ്ഈലാലൻ ഫഹുവ മുഫ്ആലുൻ അൽ അംറു മിൻഹു ഇഫ്ആല വന്നഹ്യു ലാ തഫ്ആല രണ്ട് രൂപ തഫ്ആല ഇഫ്ആല തഫ്ആല മറ്റേത് ഇഫ്അല ലാ തഫ്അല നഹ്വു ഇഹ്മാറ യഹ്മാറു ഇഹ്മാറ യഹ്മാറു യഹ്മീറാറൻ ഇഹ്മാറ യഹ്മാറു യഹ്മീറാറൻ ഫഹുവ മുഹ്മാറുൻ വഹ്മൂറ യുഹ്മാറു ഇഹ്മീറാറ ഇത്തരം വചനങ്ങളെ വരുള്ളൂ കേട്ടോ വചന ഈ രൂപത്തിൽ വരുള്ളൂ വഹ്മൂറ യുഹ്മാറു ഇഹ്മീറാറൻ ഫഹുവ മുഹ്മാറുൻ അൽ അംറു മിൻഹു ഇഹ്മാറ വന്നഹ്യു ലാ തഹ്മാറ തന്നെ ചുവന്നു ചുവന്ന അതായി തീർന്നു ചുവന്നതായി തീർന്നു ചുവപ്പുള്ളതായി തീർന്നു രണ്ടു തന്നെ അല്ല അത് ഇതിന്റെ സാമ്പിൾ എന്ന് പറഞ്ഞാണ് മോഡലിന് പറഞ്ഞാണ് അപ്പോ അത് ഒരു മോഡൽ ഇങ്ങനെയാണ് വരിക അതിന്റെ സായിദ് എന്നതാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഇഹ്മാറ ഇഫ്ആല അപ്പോൾ ഈ ഒരു ഇതിൻ്റെ രൂപം ഈ രൂപത്തിൽ ആവുമ്പോൾ അതിന് മീനിങ് വരുമ്പോൾ ഒരു ലാസിമായൊരു മീനിങ് വരാം ചുവന്ന അവസ്ഥയിലായി ചുവപ്പുള്ളതായി തീർന്നു എന്ന രൂപത്തിലാണ് വരാം കുറവാണ് വളരെ കുറവാണ് അപ്പം ഇവിടെ 3 എണ്ണം സായിദ 3 അക്ഷരം സായിദയാണ് ഒന്ന് ഈ എന്നതും തുടക്കത്തിലൊരു അലിഫ് പിന്നെ മീമിന് ശേഷം അതായത് ഐൻ ഫീലിന് ശേഷം ഒരു അലിഫ് പിന്നെ ലാം ഫീല് 2 എണ്ണം റാ 2 എണ്ണം അപ്പോൾ ഇഹ്മാറ വന്നഹ്യു ലാ തഹ്മാറ അതിൻ്റെ അംറു ഫീലും മാദിയായ ഫീലും ഒരേപോലെ തോന്നും കാണുമ്പോൾ ഇഹ്മാറ ഇഫ്ആല എന്ന് തന്നെയാണ് അംബർ വന്നത് പക്ഷെ അതിൽ സങ്കല്പനയിൽ വ്യത്യാസം ഉണ്ടാവും ഇതിൻ്റെ അംബർ ഫീലാകുമ്പോൾ ഇഫ്ആലിൽ എന്നായിരിക്കും കേട്ടോ അവിടെ 2 അംബർ ഫീൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അൽ അംബർ അൽ ഔ എങ്ങനെയുണ്ട് അംബർ ഇഹ്മാരിർ വന്നഹ്യു ലാ തഹ്മാരിർ ഇങ്ങനെ അത് ഇദ്ഗാം അഴിച്ചിട്ട് പറഞ്ഞതാണ് ഇദ്ഗാമോട് കൂടെ ഇഹ്മാറ ലാ തഹ്മാറ എന്ന് പറഞ്ഞു ഇദ്ഗാം അഴിച്ചിട്ട് ഇഹ്മാരിർ ലാ തഹ്മാരിർ ഇദ്ഗാം അഴിച്ചിട്ടും പറഞ്ഞു അപ്പോഴാണ് നമുക്ക് ക്ലിയർ ആകുക മറ്റേ അതിൻ്റെ
എന്ത് അംബ്രഫയിൽ ഇങ്ങനെയാണ് ജസ്മു കൊണ്ട് അംബ്രഫയിൽ സുക്കൂന് കൊണ്ടായിരിക്കുമല്ലോ, ലാസ്റ്റ് സുക്കൂൻ്റെ മേൽ മബിനി ആയിരിക്കുമല്ലോ, അതായത് സുക്കൂനായിരിക്കും അവസാനം. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാം. ഇദ്ഗാമ് ഇദ്ഗാമ് അഴിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്, ഇദ്ഗാമ് അഴിക്കാൻ പറ്റാത്ത സ്ഥലമുണ്ട്. അത് നമ്മൾ കുറച്ച് സഞ്ചാനിൽ പഠിക്കും. ഇദ്ഗാമ് ചെയ്തേ പറയാൻ പറ്റുന്ന സ്ഥലമുണ്ട്, ഇദ്ഗാമ് അഴിച്ചിട്ടും പറയാം അഴിക്കാതെയും പറയാം, അങ്ങനത്തെ സ്ഥലമുണ്ട്. ഇദ്ഗാമ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലമുണ്ട്. അങ്ങനെ 2-3 സ്ഥലങ്ങളുണ്ട്. ഇവിടെ നമുക്ക് രണ്ടും പറയാം. ഇഹ്മാറ എന്നും അമ്രായിട്ട് പറയാം, ഇദ്ഗാമോട് കൂടെ ഇഹ്മാരിർ എന്നും അമ്രായിട്ട് ഇദ്ഗാമ് അഴിച്ചിട്ട് നമുക്ക് പറയാം. അതെ, അത് നമ്മൾ മുമ്പ് ഇന്നലെ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സങ്കല്പനയിൽ വ്യത്യാസം ഉണ്ടാവും. മറ്റേത് മുഹ്മാരിറുൻ ആയിരിക്കും, മുഹ്മാരിറുൻ. ഇവിടെ ഇസ്മു മഫ്ഊൽ മുഹ്മാററുൻ ആയിരിക്കും, മുഹ്മാററുൻ. ആ സങ്കല്പനയിൽ വ്യത്യാസം. അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു നോക്കുക. ഇൻസാറ, നസറന്റെ കേട്ടോ, നസറന്റെ ഇൻസാറ. അതൊന്ന് ഇതേപോലെ സർഫാക്കിയ. തൻസാറ അല്ലേ? ഓക്കെ. അടുത്തത് ഇദ്റാബ, ലറബന്റെ കേട്ടോ, ഇദ്റാബ, ഇദ്റാബ. വളുരീബ എന്നല്ല, വളുറൂബ എന്നല്ലേ പറഞ്ഞു നമ്മള്. അപ്പൊ വളുറൂബ. ഇഖ്റാജ് ആണെങ്കിലോ, ഇഖ്റാജ, യഖ്റാജു, ഇഖ്രീജാജൻ, ഇഖ്രീജാജൻ ഫഹുവ മുഖ്റാജുൻ. വഖ്റൂജ യുഖ്റാജു ഇഖ്രീജാജൻ ഫഹുവ മുഖ്റാജുൻ. അൽ അംറു മിൻഹു ഇഖ്റാജ നഹില തഖ്റാജ്. ഇതിന്റെ മാദി നമ്മൾ ഇങ്ങനെ ഓരോന്ന് സർഫാക്കാൻ പറ്റണം. ഇപ്പോ ഇഫ്അല നമ്മൾ സർഫാക്കുമ്പോൾ ഇഖ്റാജ അല്ലെങ്കിൽ ഇൻസാറ, 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 ഇൻസാറു, ഇൻസാറത്ത്, ഇൻസാറത്ത, ഇൻസാറർന, ഇൻസാറർത്ത, ഇൻസാറർത്തുമ, ഇൻസാറർത്തും, ഇൻസാറർത്തി, ഇൻസാറർത്തുമ, ഇൻസാറർത്തുന്ന. ഇനി അത് മറ്റേ മുളാരി സർഫാക്കുമ്പോൾ തന്നെ യഫ്അലു, യഫ്അലു, യഫ്അലാനി, യഫ്അലൂന, തഫ്അലു, തഫ്അലാനി, യഫ്അലിൽന, തഫ്അലു, തഫ്അലാനി, തഫ്അലൂന, തഫ്അലീന, തഫ്അലാനി, തഫ്അലിൽന, അഫ്അലു, നഫ്അലു. മുളാരി അങ്ങനെ തന്നെ സർഫാക്കുക. അമ്രും ഇഹ്മാറ, ഇഹ്മാറ, ഇഹ്മാറു, ഇഹ്മാരി, ഇഹ്മാറ, ഇഹ്മാരിർന. അല്ലെങ്കിൽ ഇത് ആ അഴിച്ചിട്ടാണെങ്കിൽ ഇഹ്മാരിർ. അമ്രും സർഫാക്കുന്ന രൂപം ഒരുപോലെ തോന്നുമെങ്കിലും ഇതിന്റെ സങ്കല്പനയിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഇഹ്മാറ എന്ന് പറയുമ്പോൾ അതിന്റെ സങ്കല്പന ഇഹ്മാരിർ എന്നാണ് അമ്രില്. മറ്റോടത്ത് അങ്ങനെയല്ല, മറ്റോടത്ത് ഇഹ്മാറ തന്നെയാണ് അതിന് സങ്കല്പന. ഒറിജിനൽ അസ്ലിയായ ഫോം ഇഹ്മാറ തന്നെയാണ്. ഇവിടെ ഇഹ്മാരിർ എന്നാണ് സങ്കല്പന ഉണ്ടായത്. അപ്പൊ ഇഹ്മാറ, ഇഹ്മാറ, ഇഹ്മാറു. പിന്നെ അതിന്റെ പെണ്ണിനോട് പറയുന്ന സമയത്ത് ഇഹ്മാരി എന്നാണ് പറയാം. ഇഹ്മാരി,
ഇഹ്മാറ, ഇഹ്മാരിർന. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇഖ്റാജിജ്, ഇഖ്റാജിജ്. ഇൻസാരിർ, ഇൽറാബിബ്, ഇൽറാബിബ്. അതുപോലെ ഇഖ്താഇ. ഇനി സമയൻ്റെ ആണെങ്കിൽ ഇസ്മാ ഇർ, ഇസ്മാഇർ, ഇസ്മാ യസ്മാഉ. മറ്റേ ഐന് ലമ്മായിരിക്കും. നമ്മൾ അയച്ചു പറയുമ്പോൾ ഇസ്മാഇർ. പിന്നെ ദഖലൻ്റെ ആണെങ്കിൽ ഇദ്ഖാലിൽ, ഇദ്ഖാല, ഇദ്ഖാലിൽ. വളരെ കുറഞ്ഞ ബാബുകളെ, പദങ്ങളെ ഈ ബാബിലുള്ളൂ. അധികവും ഇഹ്മാറ, ഇബിയാള്ള, അങ്ങനത്തെ ഭാഗങ്ങളാണ് വരിക. ഒരു ലാസിമായ മീനിങ് ആയിരിക്കും. ഇതിന് മജ്ഹൂൽ ഉണ്ടാവില്ല. പക്ഷെ മജ്ഹൂൽ നമ്മളതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് മജ്ഹൂൽ പറയുന്നേ ഉള്ളൂ. അൽ ബാബുൽ ഹാദി അഷ്റ, 11ാമത്തെ. ഇതാണ് നമ്മളെപ്പോ കുറേ മുമ്പ് തന്നെ കാത്തിരുന്നത്. ഇഫ് ഔ അല, യേശൗസഭ എന്ന് പറഞ്ഞില്ല. ഇഫ് ഔ അല. ഇവിടെ ഏതൊക്കെ അധികം? ഒരു തുടക്കത്തിലൊരു അലിഫും പിന്നെ വാവും ഒരു ഐനും, വാവും ഒരു ഐനും. അത് വെട്ടി നോക്കി നിങ്ങൾ. ആ ഈ എന്നുള്ളതും ഒരു ഐനും ഒരു വാവും വെട്ടി നോക്കി. അപ്പൊ ഫാലാന്നായി, അസലിയായ മുജറദിലേക്ക് എത്തി. ഇഫ് ഔ അല യഫ്ഔഇലു ഇഫ്ഇആലൻ ഫഹുവ മുഫ്ഔഇലുൻ വഫ്ഉഇല യുഫ്ഔഅലു ഇഫ്ഇആലൻ ഫഹുവ മുഫ്ഔഅലുൻ. അൽ അംറു മിൻഹു ഇഫ്ഔഇൽ വന്നഹ്യു ലാ തഫ്ഔഇൽ. നഹ്വു യഴ്ശൗശബ യഴ്ശൗശിബു. ഉണ്ടോ? യഴ്ശൗശബ ഷീനാണ് അവിടെ ഐൻ ഫീൽ. അതുകൊണ്ട് 2 ഷീൻ ആവർത്തിച്ച്. യഴ്ശൗശബ യഴ്ശൗശിബു യഴ്ശീശാബൻ ഫഹുവ മുഅ്ശൗശിബുൻ. വഅ്ശൂശിബ വഅ്ശൂശിബ യുഴ്ശൗശബു യഴ്ശീശാബൻ ഫഹുവ മുഅ്ശൗശബുൻ. അൽ അംറു മിൻഹു ഇർശൗശിബ് വന്നഹ്യു ലാ തർശൗശിബ്. ക്ലിയർ അല്ലേ? ഇത് സർഫാക്കാൻ നല്ല രസമാണ്. നസറ എങ്ങനെ വരിക ഈ രൂപത്തിൽ പറയാൻ പറ്റും? നസറ ലറബ ആണെങ്കിലോ? ലറബ ട്രാഫിക് സർഫാക്കി. ലറബ ഇത് റൗറബ. അതെ, വെരി ഗുഡ്, ക്ലിയർ ആണ്. ദഖല എങ്ങനെയായിരിക്കും? ഫാറൂഖ് ഭായ് സർഫാക്കിയ ദഖല. ഖാല. സിമ്പിൾ ആണ്, ക്ലിയർ ആണ്.
إدخوخل يدخوخل إدخيخالا فهو مدخوخل وأدخوخل يدخوخل إدخيخالا فهو مدخوخل الأمر منه إدخوخل والنهي لا تدخوخل. ഓക്കെ, നമ്മൾ അഫ്സൽ എന്ന് പറയട്ടെ. ഏതാ പറയാ? ഖറജ. ഖറജ ഖറജ സുഹേൽ സാർ പറയും. അഫ്സലെ ഇഖ്റൗറജ. യെസ്, യെസ്, ക്ലിയർ. അപ്പോ മൊത്തം 6 അക്ഷരം. ഇത് യേശൗഷബ എന്ന് പറഞ്ഞാൽ മേഞ്ഞു നടന്നു എന്നാണ്. ഈ പുല്ലില്ല, പുല്ലുള്ളതായി, പുല്ല് എന്താ പറയാ, പുല്ല് നിറഞ്ഞു എന്നുള്ളത് അതിന് അർത്ഥം വരാം. പുല്ല് മേഞ്ഞ് നടക്കാൻ വേണ്ടിയുള്ള പുല്ല് നിറഞ്ഞു. ഈ പുല്ല് ചെറിയ ചെറിയ പുല്ലുകൾ ഉണ്ടാവുമല്ലോ മേയാൻ പറ്റിയത്, അതാണ് ഇതിന്. ഒന്ന് രണ്ട് ഫീലുകൾ വരും. കേട്ടില്ല കേട്ടില്ല. മനസ്സിലായോ? ആർക്കെ മനസ്സിലായോ? ഇതിന്റെ അർത്ഥം ചോദിക്കുന്നത് ഞാൻ പറയാം. ഇപ്പൊ ആ അതെ അതെ അതെ. പുല്ല് പുല്ല് ഒറിജിനൽ പുല്ല്. ഇപ്പൊ യേശൗഷബ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ പുല്ല് നിറഞ്ഞു തന്നെ അതിന്റെ അർത്ഥം, മേയാനുള്ള പുല്ല് നിറഞ്ഞു എന്ന്. അപ്പോ അതിന് അശുഭ എന്ന് പറഞ്ഞ ഫീലുണ്ട്. അശുഭ അശുഭ എന്ന് പറഞ്ഞാല് പുല്ല് ഉണ്ടായി എന്നർത്ഥം. പുല്ല് ഉണ്ടായി അശുഭ എന്ന് പറഞ്ഞാല്. അത് അശിബ എന്നും പറയട്ടോ. അശിബ എന്ന് ഉണ്ട്, അതിന്റെ അർത്ഥം ഉണങ്ങി എന്നാണ്. അശിബ എന്ന് പറഞ്ഞാൽ ഉണങ്ങി എന്നാണ്. അശുഭ എന്ന് പറഞ്ഞാൽ പുല്ലുണ്ടായി. അപ്പൊ ഈ പുല്ലുണ്ടായി എന്നുള്ള അർത്ഥത്തിനാണ് അശിബ എന്ന് പറയും. ഉഷ്ബ് പുല്ല്, ഉഷ്ബ് എന്ന് പുല്ലിന് പറയും. അതിന്റെ ജമ്മാണ് അഴഷാബ്. അപ്പൊ യേശൗഷബ എന്ന് പറഞ്ഞാൽ പുല്ല് നിറഞ്ഞ അവസ്ഥയിലായി. പുല്ലുണ്ടാവലും പുല്ല് നിറഞ്ഞ അവസ്ഥയിലാവലും രണ്ടാണല്ലോ. പുല്ലുണ്ടാകുക എന്ന് പറഞ്ഞാൽ പുല്ല് മുളച്ചു വന്നു, പക്ഷെ അവിടെ ആകപ്പാടെ പുല്ല് നിറഞ്ഞു, പുല്ല് എന്തായി, പുല്ല് മുളച്ച് പുല്ലാകെ നിറഞ്ഞു എന്നുള്ള അർത്ഥം കിട്ടാനാണ് യേശൗഷബ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഇതിനും എന്തുണ്ടാവില്ല, ഒരു മജ്ഹൂലൊന്നും ഉണ്ടാവില്ല. മജ്ഹൂല് അതായത് മഫൂലും മജ്ഹൂലൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു രൂപം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ മജ്ഹൂലും കൂടി വഴുഷൂഷിബ യുഷൗഷബു യഴീഷാബൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുള്ളൂ.
ഓക്കെ. പിന്നെ അടുത്ത കൂടി പറയല്ലേ, ഇത് കംപ്ലീറ്റ് ചെയ്യല്ലേ. ആ ഇഫ് അവല, ഇഫ് അവല അതിലേതൊക്കെ അധികം? ഒന്ന് അലിഫും രണ്ട് വാവും, അലിഫും രണ്ട് വാവും. അപ്പൊ ഇഫ് അവല എഫ് അവ്വിലും സർഫാക്കാൻ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഇഫ് അവല എഫ് അവ്വിലു, ഇഫ് ഇവ്വാലൻ ഫഹുവ മുഫ്അവ്വിലുൻ, വഫുഉവ്വില യുഫ്അവ്വലു, ഇഫ് ഇവ്വാലൻ ഫഹുവ മുഫ്അവ്വലുൻ. അംർ മറ്റേ ഇസ്മുഫൂല്. അൽ അംറു മിൻഹു ഇഫ് അവൽ ഇഫ് അവ്വിൽ വന്നഹിയു ലാ തഫ്അവ്വിൽ. നഹ്വു ഇജ്ലവദ യജ്ലവിദു ഇജ്ലിവാദൻ ഫഹുവ മുജ്ലവിദുൻ, വ ഉജ്ലുവിദ യുജ്ലവദു ഇജ്ലിവാദൻ ഫഹുവ മുജ്ലവദുൻ. അൽ അംറു മിൻഹു ഇജ്ലവിദ് വന്നഹിയു ലാ തജ്ലവിദ്. നീണ്ടു നിന്നു എന്നാണ് അർത്ഥം. ഇജ്ലവദൽ ലൈലു എന്ന് പറഞ്ഞാൽ രാത്രി നീണ്ടു നിന്നു. ഇജ്ലവദൽ മത്തറു എന്ന് പറഞ്ഞാല് മഴ നീണ്ടു നിന്നു. അത് ജലത 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 യജ്ലിദു എന്ന് വരും. അപ്പോ നീണ്ടു നിന്നു. പിന്നെ ഒരു ഇജ്ലവദൽ ഫർസു എന്ന് പറയും. ഫറസു കുതിര വേഗത്തിൽ പോയി, അതിന്റെ അർത്ഥം അവിടെ അങ്ങനെയാണ്, വേഗത്തിൽ പോയി. ഇജ്ലവദൽ മത്റു എന്ന് പറഞ്ഞാൽ മഴ എന്ത് ചെയ്തു? നീണ്ടു നിന്നു, രാത്രി നീണ്ടു നിന്നു എന്നീ പറയും. ഇജ്ലവദൽ ലൈലു പറഞ്ഞാൽ. അപ്പൊ ഇവിടെ മൂന്നക്ഷരം അധികം. അപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് മറ്റേതും പറയണം. ഇപ്പൊ നസറാകുമ്പോ ഇൻ എന്താ പറയാ? ഇൻ സവ്വറ, ഇൻ സവ്വറ യൻസവ്വിറു ഇൻസിവ്വാറൻ ഫഹുവ മുൻസവ്വിറുൻ, വൻസുവ്വിറ യുൻസവ്വറു ഇൻസിവ്വാറൻ ഫഹുവ മുൻസവ്വറുൻ. അൽ അംറു മിൻഹു ഇൻസവ്വിർ വന്നഹിയു ലാ തൻസവ്വിർ. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം മറ്റൊന്ന്, വേറൊരു ഫീൽ ഇതേപോലെ. ഏകദേശം അത് യേശൗഷബാന്നാകുമ്പോ ഇഫ് ആന്ന് പറഞ്ഞ മൂന്നെണ്ണം ആദ്യത്തെ ശരി തന്നെയാണ്. പിന്നെ വാവും ഷീനുമാണ്. ഇവിടെ രണ്ട് ശബ്ദുള്ളൊരു അക്ഷരം. എന്താ കേൾക്കുമ്പോൾ ഒരുപോലെ തന്നെ, യൗഷൗഷബ യൗഷൗഷിബു. അതേപോലെ തന്നെ യഫ് അവ്വിലു ഇഫ് ഇവ്വാലൻ യഇശി ശാബൻ ഫഹുവ മുശൗഷിബുൻ ഫഹുവ മുഫഅവ്വിലുൻ മുഫഅവ്വിലുൻ. ഇപ്പോൾ പറഞ്ഞു നോക്കാം. ലറബ, ലറബ എങ്ങനെയൊന്ന് പറയാം. ഇന്ന് റവ്വബ എങ്ങനെ പറയാ? ഇന്ന് റവ്വബ. റവ്വബ യെസ്. ഖറജാണെങ്കിലോ റാഫിക, ഖറജാണെങ്കിൽ എങ്ങനെ പറയാം നമുക്ക്? എങ്ങനെ?
ആ ഇഹ്റവ്വജ. ഓക്കെ, പിന്നെ ഇഹ്രിവാജൻ. ദഖല ആണെങ്കിലോ? ദഖല സുഹൈൽ സാറേ. യെസ്. ഇനി രണ്ടെണ്ണം ഉണ്ട് അല്ലേ? നമുക്ക് അടുത്ത ദിവസം പറയാം. 12 ഇപ്പോൾ ആയത്. ഈ രണ്ടെണ്ണം നമുക്ക് അടുത്ത ദിവസം പറയാം. അതെ അതെ, അവരാരും ഇല്ല. അവർക്ക് വേണ്ടിയിട്ടപ്പോൾ ഇത്. അല്ല, അത് ഇവര് അതിലിപ്പോ നമ്മുടെ ഹക്കീം ഖായും അതുപോലെ ജുബൈറും കുഴപ്പമില്ല. ഷംസുഖാണ് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയം ഒരു ഡ്യൂട്ടി ടൈം ആയതുകൊണ്ടും കൂടി ഉള്ളൊരു പ്രശ്നമുണ്ടാവും. ഉം. അതെ അതെ അതെ, ജുബൈറിനും അത് ഹക്കീം ഖാക്കും കുഴപ്പമില്ല. ഒരു കുറച്ച് മനസ്സിലാക്കാൻ ഉള്ള ആളാണ്. മറ്റാൾക്കും ഇതിൽ ശ്രദ്ധ കൊടുത്തിട്ടാണെങ്കിൽ പറ്റും, പക്ഷെ അതിലേക്ക് കസ്റ്റമർ വരുമ്പോഴും അതൊക്കെയുള്ള ഒരു ഭാഗം പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നമാണ്. അതെ അതെ. നോക്കാം നമുക്ക്. ഇതാ ഇസ്തവ. ഇസ്തഫ്അല ബാബാണ്. ഇസ്തഫ്അല യസ്തഫ്ഇലു. ഇസ്തവ. അല്ല, ഇസ്തഫൽ അല്ല. ഇഫ്തഅല ബാബ്. ഇസ്തഫൽ അല്ല, ഇഫ്തഅല ബാബ്. നമ്മൾ അന്ന് ഒരു ദിവസം പറഞ്ഞിരുന്നു. താരോ ഇസ്തഫല പറഞ്ഞു അല്ലേ? ഇസ്തവ എന്ന് പറഞ്ഞാൽ ഇഫ്തഅല സവാ എന്നാണ് വരിക. സവാ. ആ. ഇസ്തവ അലൽ അർശ്. ഇത് ആ അല്ല, സവാ എന്ന് പറഞ്ഞ അർത്ഥം പറഞ്ഞാണ് സമമായി എന്നുള്ളത്. സവാ ഉൻ സമമാണ് എന്ന് പറഞ്ഞില്ലേ നമ്മൾ. വസവാ ഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർ. അല്ല, സവാ ഇസ്തവ എന്ന് പറഞ്ഞ അർഷിന്റെ മേല് ഇരുന്നു, ചൊവ്വായി, ശരിയായി എന്നൊക്കെയല്ലേ അതിന്റെ അർത്ഥം. നമ്മള് അള്ളാഹുവിലേക്ക് തട്ടിച്ചു നോക്കുമ്പോൾ എന്ത് പറയാൻ പറ്റില്ല? ഇരുന്നു എന്നുള്ളതോ അന്നും പറയാൻ പറ്റില്ല. സൃഷ്ടികളോടുള്ള ബന്ധപ്പെടുന്ന വാക്കുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ അവിടെ അർത്ഥം പറയാത്തത്. അപ്പോൾ അത് ഇസ്തവ ഇഫ്തഅല ബാബ് കേട്ടോ. ഇഫ്തഅല ബാബ്. പിന്നെ സഹറ കണ്ടങ്ങള്. സഹറ അത് നമ്മൾ പഠിച്ചു അല്ലേ? ഏതാണത്? ഫഅല. ഉം. മുസമ്മ ഇതെന്തായിരിക്കും? സഹറ യുസഖിറു. മുസമ്മ എന്നുള്ള എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഒന്ന് പറഞ്ഞു നോക്കി. സമ്മാന്റെ ഇസ്മു മഫൂല് അല്ലേ? സമ്മ യുസമ്മി, അതിന്റെ മുസമ്മിൻ ഇസ്മു ഫായില്. അതിന്റെ അല്ല, സമ്മാന്നാണ്. സമ്മ എന്നല്ല, സമ്മാ. ആ, അല്ലല്ല, സമ്മ യുസമ്മി തസ്മിയത്തുൻ എന്നാണ് അതിന്റെ മസ്ദർ വരിക. ഏതുപോലെ നമ്മൾ തസ്കിയ ഓതിയില്ലേ?
സക്ക യുസക്കി തസ്കിയത്തുൻ. അതേപോലെ സമ്മ യുസമ്മി തസ്മിയത്തുൻ. അതിൻ്റെ ഇസ്മു ഫായില് മുസമ്മിൻ എന്ന് വരിക. ഇസ്മു മഫൂല് മുസമ്മൻ. ഇസ്മു ഫായില് മുസമ്മിൻ, ഇസ്മു മഫൂല് മുസമ്മൻ. ആ മുസമ്മൻ ആണ് കേട്ടോ. സുമ്മിയ യുസമ്മ, വസുമ്മിയ യുസമ്മ തസ്മിയത്തൻ ഫഹുവ മുസമ്മൻ. അൽഅംറു മിൻഹു സമ്മി, സമ്മി. വന്നഹിയു ലാ തുസമ്മി. അവസാനത്തെ കളയും, അവസാനത്തെ യാ കളയും അവിടെ. അത് ഇല്ലത്തിന് അക്ഷരായതുകൊണ്ടുള്ള ഒരു ഇതാണ്. ഇവിടെ നോക്ക്, യുദബ്ബിറു, യുഫസ്സിലു, തൂഖിനൂൻ, ഐഖന യൂഖിനു, ഐഖന ഉറപ്പിച്ചു, യൂഖിനു, അതിന്റെ യൂഖിനു, യൂഖിനാനി യൂഖിനൂന, തൂഖിനു തൂഖിനാനി യൂഖിന്ന, തൂഖിനു തൂഖിനാനി തൂഖിനൂന. അതാണ് അവിടെ തൂഖിന. അപ്പൊ അതും സുലാസി മസീദ് ഫിയാണ്. അഫ്അല, അഫ്അല. അത് യഖന എന്ന് വരിക, യഖന എന്ന് വരിക. അതും ചില മുജറദുകളൊന്നും ഉപയോഗിക്കൂല കേട്ടോ. ചിലത് മാദിയും ചിലത് മുലാരി, അങ്ങനെ ചിലതിനൊന്നും ഉപയോഗത്തിലുണ്ടാവില്ല. അതെ അതെ. ഇതില് അതായത് നമ്മൾ എന്താണ് ഐക്കന എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു എന്നാണ് അർത്ഥം. യഖീൻ എന്ന് കേട്ടില്ലേ, ഉറപ്പ്, യഖീൻ, യഖീൻ, ഇൽമുൽ യഖീൻ. അതേപോലെ അതിന്റെ അതെന്ന് വന്നതാണ്. അതിന്റെ ഉറപ്പിച്ചു എന്ന അർത്ഥത്തിനാണ് ഐക്കന വരിക. അതിന്റെ മുതാരിയാണ് യൂഖിനു, ഐക്കന യൂഖിനു. അവിടെ യുഗ്ഷി, ഇതാ അടുത്ത നോക്ക് നിങ്ങള്, അഗ്ഷ യുഗ്ഷി. അതും എന്താണ് സുലാസി മസീദ്. വഷിയ എന്ന് വരിക, വഷിയ, വഷിയ പൊതിഞ്ഞു, ചുറ്റി എന്നൊക്കെ അർത്ഥം. വഷിയത്തുഹുമുർ റഹ്മത്തു, അവരെ റഹ്മത്ത് പൊതിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇതാണ് അഗ്ഷ യുഗ്ഷി, പൊതിഞ്ഞു കൊടുത്തു, ചുറ്റിച്ചു കൊടുത്തു, പൊതിഞ്ഞു, പൊതിച്ചു കൊടുത്തു. അഗ്ഷ. യത്തഫക്കറൂൻ, കണ്ടോ, ഒക്കെ നമ്മൾ ഈ പറയുന്ന ഭാഗങ്ങളൊക്കെ തന്നെ ഇതാണ്. യത്തഫക്കറൂൻ, തഫക്കറ യത്തഫക്കറു, യത്തഫക്കറു യത്തഫക്കറാനി യത്തഫക്കറൂന. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നോക്ക്, മുത്തജാവിറാത്തുൻ, തജാവറ, തഫാഅല, തഫാഅല അതിൻ്റെ ഇസ്മു ഫായില് മുത്തഫായിലുൻ, മുത്തജാവിറുൻ, മുത്തജാവിറുൻ, മുത്തജാവിറാനി, മുത്തജാവിറൂന, മുത്തജാവിറത്തുൻ, മുത്തജാവിറത്താനി, മുത്തജാവിറാത്തുൻ, മുത്തജാവിറാത്തുൻ. ഇവിടെ നോക്ക്, നുഫല്ലിലു, ഫല്ലല യുഫല്ലിലു. അതിൻ്റെ അങ്ങനെ യുഫല്ലിലു യുഫല്ലിലാനി ഇങ്ങനെ സർഫ് നോക്കി പോകുമ്പോൾ അവസാനം ഉഫല്ലിലു നുഫല്ലിലു. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരൊറ്റ പേജിൽ തന്നെ സുലാസി മസീദ് എത്രങ്ങാനും വന്നു. സുലാസി മുജറദ് പറയണ്ട, നമ്മൾ പറഞ്ഞില്ല. അതൊക്കെ സുലാസി മസീദ് ഫിയാണ് ഇപ്പോൾ പറഞ്ഞത്. 1 2 3 4 5 6 7 8 9 9 സുലാസി മസീദ് ഫിയാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത്. നമ്മൾ സുലാസി മുജറദ് ഇതാ 10. ഉൻസില, ഉൻസില, അൻസല യുൻസിലു, ഉൻസില യുൻസലു, മജ്ഹൂല്, അൻസലിന്റെ മജ്ഹൂല് ഉൻസില. ഞാൻ സുലാസി മുജറദ് എടുക്കുകയാണെങ്കിൽ കുറെ ഉണ്ടാവും. യജ്രി, ജറാ യജ്രി സുലാസി മുജറദാണ്. ജഅല സുലാസി മുജറദാണ്. ജഅല അതവിടെ. ഏതാണ്? എവിടെ കുന്നാന്നവിടെ? അതെ, ഇതാ കുന്ന, യെസ്. തഅജബ് സുലാസി മുജറദാണ്. അജിബ യഅജബു എന്നാണ്. അജിബ യഅജബു.
കഫറു, ഖാലിദൂൻ, ഖാലിദുൻ, ഖാലിദാനി, ഖാലിദൂന. ഉണ്ടോ ആ ഖാലിദൂൻ ഇസ്മു ഫായിൽ അല്ലല്ല, ഫായിലല്ല, ഇസ്മു ഫായിലാണ്. ഖലദ യഖ്ലിദു, ഖലദ യഖ്ലിദൂന്റെ ഇസ്മു ഫായിൽ ഖാലിദുൻ. അല്ലല്ല, അത് ഇങ്ങനെ ജമ്മ് ഇങ്ങനെ വരില്ലല്ലോ, ഇസ്മിന്റെ ജമ്മല്ലേ വാവ് കൊണ്ട് ജമ്മ് വരാ. ഖാലദ ഖാലദ ഖാലദൂന്നേ വരുള്ളൂ. ഖാലദ ഖാലദ ഖാലദൂ. ആ മുഖാലദത്തൻ വ ഖിലാദൻ ഫഹുവ മുഖാലിദുൻ എന്ന് വരിക. അതിന്റെ ഇസ്മുവായിൽ എന്താ വരിക? അതിന്റെ ഇസ്മുവായിൽ മുഖാലിദുൻ, മറ്റേത് മുഖാലദുൻ ഇസ്മുഫൂൽ. ഇത് ഖലദ യഖ്ലിദു, അതിന്റെ ഇസ്മുഫായിൽ ഖാലിദുൻ, അതിന്റെ ജമ്മാണിത്. ഖാലിദുൻ, ഖാലിദാനി, ഖാലിദൂന. അഖല യഅഖിലു, അഖല യഅഖിലു. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗത്ത് നമ്മൾ നോക്കിയ സുലാസി, മുജറദും മസീദ് ഫീഹിയാണ് ഇപ്പോൾ അടയാളപ്പെടുത്തിയത്. ഇങ്ങനെ നമ്മൾ ഓതുന്ന ഭാഗങ്ങളിലൊക്കെ ഫീലുകൾ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയാൻ പറ്റണം. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഈ ബാബിൽ പറഞ്ഞ അതേ രൂപത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു സ്ട്രക്ചർ, ബേസിക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് നോക്കണം. ഇൻഷാ അല്ലാഹ്. ക്ലിയർ അല്ലേ? ബാക്കി നമുക്ക് അടുത്ത ദിവസം പറയാം. ഇതിൽ രണ്ടെണ്ണം കൂടി പറഞ്ഞ സുലാസി, മസീദ് ഫീ കഴിഞ്ഞു. നമ്മൾ അവരെ കൂടി ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് കൂടി വരുമ്പോൾ ഒന്ന് ഇതാക്കാലോ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وارحمنا ولوالدينا ولأساتذتنا ولجميع المؤمنين وارحمنا وإياهم بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد صلى الله عليه وسلم وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون، سلام على المرسلين والحمد لله رب العالمين. നമ്മുടെ ഉസ്താദിൻ്റെ കിതാബ് ഉണ്ടല്ലോ, അതൊരു ദിവസം നമ്മൾ വേറൊരു ദിവസം ഞാൻ ഓതാം, നമുക്കൊന്ന് ഓതാം കേട്ടോ. അൽ വജീസ് എന്നാണ് ആ കിതാബിൻ്റെ പേര്. നമുക്കൊരു ദിവസം ഹദീസുകളും നബിതങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യാം. അല്ല, അങ്ങനത്തെ ഹദീസല്ല. ഇപ്പോൾ റഹ്മത്ത് വേണം, തവാദു കാണിക്കണം, ഉത്തരവാദിത്തം കാണിക്കണം, വിശ്വസ്തത കാണിക്കണം, അങ്ങനെയുള്ള കുറേ പാഠങ്ങൾ. ആ പാഠങ്ങളെ കുറിച്ച് ഹദീസിൽ വന്ന കാര്യങ്ങൾ, നബിതങ്ങളുടെ ശൈലികൾ, നബിതങ്ങളുടെ പ്രയോഗങ്ങൾ, നബിതങ്ങൾ എങ്ങനെ കാണിച്ചു തന്നത്, അത്തരം ആ പാഠങ്ങളൊക്കെ പാടെ കൂട്ടിയിട്ടുള്ള ഒരു ഭാഗം. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതിലല്ല, ഈ ക്ലാസ്സിൻ്റെ അകത്തല്ല, മറ്റൊരു ദിവസം ഞാൻ പറയാം. വേറൊരു ടീമിനിങ്ങനെ നമ്മുടെ കുടുംബക്കാർക്കൊന്നിങ്ങനെ ഓതാന്ന് വെച്ചിട്ടാ. അപ്പോൾ കൂട്ടത്തിൽ നമുക്കൊണ്ട് കൂടാം ഇൻഷാ അല്ലാഹ്, ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, എന്നാ അവസാനിപ്പിക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.